കാലം മാറി. അതുകൊണ്ട് തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളിയോണ്ട് വിളി. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാണ് ചെക്കനും പെണ്ണും പുറത്തേക്ക് പോകുന്നത്. സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ തന്നെ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ചെക്കനും പെണ്ണും രണ്ടുപേരും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവർ പൊരിഞ്ഞടി. കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, കല്യാണം കഴിയണേക്കാൾ മുന്നെയാണ്. കാരണം കല്യാണം കഴിയണേക്കാൾ മുന്നേ തന്നെ അവരുടെ ഇഷ്ടത്തിനാണ്ട് വിട്ടുകൊടുത്തു. പെൺകുട്ടിയും ആൺകുട്ടിയും, പ്രത്യേകിച്ച് ഈ പയ്യനാണെങ്കിൽ ഗൾഫിലാണ്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചിട്ടിരിക്കുകയാണ്, കാലങ്ങളോളം ഉറപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവർ കറങ്ങാൻ നടക്കും. പിന്നെ ഇവരെല്ലാ കാര്യങ്ങളും കല്യാണം കഴിഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. അവർ തമ്മിലുള്ള എല്ലാ വിയോജിപ്പുകളും ഒക്കെ പ്രകടമാവാൻ തുടങ്ങി. നമുക്കറിയാം, കല്യാണം കഴിഞ്ഞാലാണ് തനി നിറമൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് ചാടുക. അതുവരെയൊക്കെ വളരെ സോഫ്റ്റായിട്ടാണ് സംസാരവും പെരുമാറ്റങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞ പോലെ തന്നെ അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ എല്ലാ ഒരു ഭാഗം, പ്രത്യേകിച്ച് ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തനി നിറങ്ങളൊക്കെ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ ഇവർ തമ്മിൽ വഴക്കാവാൻ തുടങ്ങി, അടിയായി എന്നുള്ളതാണ്. അങ്ങനെ അടിയായപ്പോഴാണ് കല്യാണത്തിന് മുന്നേ തന്നെ ഇത് ഇവരെ സംബന്ധിച്ചോളം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതാണ് അവരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെയാണ് അവർ കൗൺസിലിങ്ങിൽ വന്നത്. ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കല്യാണത്തിന് മുന്നേ ഉള്ള ഇത്തരത്തിലുള്ള ഒന്നുകിൽ കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ കല്യാണം കഴിച്ചു കൊടുക്കുക. നേരെ മറിച്ച് കല്യാണത്തിന് മുന്നേ തന്നെ എല്ലാ തരത്തിലുള്ള ഫ്രീഡങ്ങളും എടുത്ത് വിളികളും അതുപോലെ തന്നെ കൊണ്ടുപോകലും സാധാരണ ജീവിക്കുന്ന പോലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വഴക്കടിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ തന്നെ അത് ഡിവോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, തമാശ രൂപത്തിൽ അങ്ങനെ എത്തിപ്പെടും എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ പാരൻസ് പ്രത്യേകം അവിടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പാരൻസ് ശ്രദ്ധിക്കണം എന്നുള്ളത്, ഒരു ലിമിറ്റേഷനൊക്കെ അവിടെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.